എല്ലാവർക്കും നമസ്കാരം. ഇന്ന് നമുക്ക് ചുവന്ന ചീര, ഈ ചീര കൊണ്ടൊരു തോരനുണ്ടാക്കാം. വളരെ രുചികരമായ, വളരെ എളുപ്പത്തിൽ തയ്യാറാക്കാൻ പറ്റുന്ന ഒരു ചീര തോരനാണ് ഇന്നുണ്ടാക്കുന്നത്. അപ്പോൾ ഇത് ഇവിടെ വീട്ടിലുള്ള ചീര തന്നെയാണ്. ഇത് ആവശ്യത്തിന് കുറച്ചെടുത്ത് മുറിച്ച് ഇത് നന്നായിട്ട് കഴുകി, ഇതിനകത്ത് ഈ ഇലയുടെ അടിയിലൊക്കെ എന്തെങ്കിലുമൊക്കെ ജീവികളും ചെറിയ മുട്ടകളും ഒക്കെ കാണും. അപ്പോൾ അത് ഒക്കെ നന്നായിട്ട് എല്ലാം നോക്കി വൃത്തിയായിട്ട് കഴുകി നമ്മളിവിടെ വെച്ചിട്ടുണ്ട്. ഇനി ഇത് ചെറുതായിട്ട് നമുക്ക് അരിഞ്ഞെടുക്കാം. ഈ ചീര തോരന് നമ്മളിവിടെ 1 കപ്പ് തേങ്ങ എടുത്തിട്ടുണ്ട്. ഇനി ഇതിൽ ഒരു 1/2 ടീസ്പൂൺ മുളക് പൊടി ചേർക്കാം. ഇത് എരിവ് കുറഞ്ഞ മുളക് പൊടിയാണ്, അതുകൊണ്ട് ഇത് ഒരു 1/2 ടീസ്പൂൺ എടുത്തിട്ടുണ്ട്. ഇനി ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും കൂടി ചേർക്കാം. ഇനി ഇതിൽ 3 വലിയ അല്ലി വെളുത്തുള്ളിയും കൂടെ വെളുത്തുള്ളി ചതച്ചതും കൂടി ചേർക്കാം. ഇനി ഇതെല്ലാം കൂടി നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിക്കാം. അപ്പോൾ നമ്മൾ അരിഞ്ഞു വെച്ച ചീര ഇത്രയുണ്ട്. ഇത് വാടുമ്പം ഒരുപാട് അങ്ങ് കുറയും. അപ്പോൾ നമ്മൾ ഇനി ഇതും കൂടി ഇതിൻ്റെ കൂട്ടത്തിൽ, ഈ തേങ്ങയുടെ കൂട്ടത്തിൽ ഇടാം. ഇനി ഇതെല്ലാം കൂടി നന്നായിട്ടൊന്ന് യോജിപ്പിക്കാം. ഇതിൽ കുറച്ച് ഉപ്പും കൂടി ചേർക്കാം. ഇതിൽ കുറച്ച് ഉപ്പും കൂടി ചേർത്തു. ഇനി എല്ലാം കൂടി നന്നായിട്ടൊന്ന് ഇളക്കാം. ഈ തേങ്ങയും ചീരയും എല്ലാം കൂടി നന്നായിട്ട് ഒന്ന് യോജിപ്പിച്ച് വെക്കാം. ഇപ്പോൾ ഒരു ചീനിച്ചട്ടി വെച്ചിട്ടുണ്ട്. ഇതിൽ കുറച്ച് വെളിച്ചെണ്ണ ഒഴിക്കാം. വെളിച്ചെണ്ണ ചൂടായപ്പോൾ ഇനി ഇതിൽ കുറച്ച് കടുക് ഇടാം. കടുക് നന്നായിട്ട് പൊട്ടിയതിന് ശേഷം 1 ടീസ്പൂൺ ഉഴുന്ന് പരിപ്പ് ചേർക്കാം. ഇനി ഇതിൽ 2 വറ്റൽ മുളക് മുറിച്ചിടാം. കുറച്ച് കറിവേപ്പിലയും കൂടി ഇടാം. അപ്പോൾ ഈ ഉഴുന്ന് പരിപ്പിൻ്റെ കളറൊക്കെ മാറി. ഇനി ഇതിൽ നമ്മൾ നേരത്തെ എടുത്തു വച്ചിരിക്കുന്ന ചീര ചേർക്കാം. ഇനി ഇതൊന്ന് ഇളക്കി കൊടുക്കാം. അടച്ചു വയ്ക്കുകയൊന്നും വേണ്ട. ഇത് നന്നായിട്ട് ഒന്ന് ഇളക്കിയതിന് ശേഷം നമുക്കിത് തുറന്ന് തന്നെ വയ്ക്കാം. ഇടയ്ക്കൊന്ന് ഇളക്കി കൊടുക്കാം. തീ നല്ലതായിട്ട് കുറച്ച് വയ്ക്കണം. ഞാനിപ്പോൾ ഇത് ലോ ഫ്ലെയിമിലാണ് വെച്ചിരിക്കുന്നത്. എപ്പോഴും ഇളക്കിക്കൊണ്ടിരിക്കേണ്ട, ഇടയ്ക്ക് നമുക്കൊന്ന് ഇളക്കി കൊടുക്കാം. ഈ പാത്രത്തിൻ്റെ അടിഭാഗത്ത് ഉള്ളത് കരിയരുത്, അതിനനുസരിച്ച് നമ്മളിത് ഇടയ്ക്കൊന്ന് ഇളക്കി കൊടുക്കാം. ഈ സമയത്ത് ഉപ്പ് നോക്കാം. ഉപ്പ് പാകത്തിന് ഒന്ന് വാടിക്കഴിഞ്ഞിട്ട് മതി. ഈ ചീര ഒന്ന് വാടിക്കഴിയുമ്പം നമ്മൾ ഇട്ട അളവിനെക്കാട്ടിലും കുറയും. അപ്പോൾ നമ്മൾ ഉപ്പ് നോക്കിയിട്ട് ഉപ്പ് വേണമെന്നുണ്ടെങ്കിൽ പിന്നെ ചേർക്കാം. ഈ ചുവന്ന ചീരയിലെ ആയതുകൊണ്ട് പെട്ടെന്ന് വേവും. അതേസമയം പച്ചച്ചീരയാണെങ്കിൽ അതിന് ഇത്തിരി വേവ് കൂടുതലാണ്. ഇതിനെക്കാട്ടിലും കുറച്ച് വേവ് കൂടുതലുണ്ട്. ഇതൊക്കെ എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. അറിയാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ അവർക്ക് വേണ്ടിയിട്ടാണ് ഞാനിത് പറയുന്നത്. ഇതിനകത്ത് ജീരകവും ഒന്നും ചേർത്തിട്ടില്ല. അതുപോലെ തേങ്ങ നമ്മൾ അല്ലാതെ ചതക്കുകയോ ഒന്നും ചെയ്തിട്ടില്ല. ചുമ്മാതെ തേങ്ങ ഇട്ടു, മുളക് പൊടിയും മഞ്ഞൾപ്പൊടിയും ചേർത്തു. ഈ ചീരത്തോരന് ഇങ്ങനെ ഈ രീതിയിൽ ചെയ്യുമ്പോൾ നല്ല ടേസ്റ്റാണ്. നമ്മളിത് അടച്ചു വയ്ക്കുമ്പോൾ ചിലപ്പോൾ ഇത് കുഴഞ്ഞു പോകും. അതിനകത്തെ ആവി കയറിയിട്ട് കുഴഞ്ഞു പോകും. അപ്പോൾ ആ തേങ്ങയുടെ പച്ചച്ചുവയൊക്കെ ഒന്ന് മാറുകയും വേണം, ഇലയൊന്ന് വാടുകയും വേണം. അപ്പോൾ ഇതെല്ലാം കൂടെ നന്നായിട്ട് മിക്സ് ചെയ്തു. ഇപ്പോൾ നമ്മുടെ തോരൻ റെഡിയായി. ഇനി നമുക്ക് സ്റ്റൗ ഓഫ് ആക്കാം. അങ്ങനെ നമ്മളുടെ രുചികരമായ ചീരത്തോരൻ തയ്യാറായി. വളരെ രുചികരമായ ഒരു ചീരത്തോരനാണിത്. അതുപോലെ തന്നെ വളരെ പെട്ടെന്ന് നമുക്കിത് ഉണ്ടാക്കുകയും ചെയ്യാം. ഈ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന എല്ലാവർക്കും നന്ദി.